താമരപ്പൂ പോലെ നല്ല ഭംഗിയുള്ളൊരു പൂവുണ്ടാക്കിയത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് ഒരു 9x9 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് എടുത്തതിന് ശേഷം ആദ്യം ഒരു വട്ടം മടക്കുക കോണായിട്ട്, വീണ്ടും ഒരു വട്ടം കൂടെ കോണായിട്ട് മടക്കുക. ശേഷം ഇതുപോലെ 2 മടക്കുണ്ടാവും. ആ 2 മടക്കും ഇരുവശത്തേക്കുമായിട്ട് മടക്കുക. പിന്നെ നമുക്ക് 3 മടക്ക് കാണാം അല്ലേ. അപ്പൊ ഈ 3 മടക്കിൽ ഒരു മടക്ക് ഒരു സൈഡിലേക്ക് മടക്കിയതിന് ശേഷം നടുക്ക് വെച്ചിട്ടോ ഇങ്ങനെ മടക്കിയതിന് ശേഷം എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയാം. വീണ്ടും അത് പഴയ പോലെ തുറന്നതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഒരു പൂവിന്റെ എതള് പോലെ വരച്ചതിന് ശേഷം അത് മുറിച്ചെടുക്കുക. നല്ല ഭംഗിയായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. മുറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തമായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ തുറന്നിട്ട് ഓരോ ഇതളും ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ പൂവിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നമ്മൾ 2 എണ്ണം ഉണ്ടാക്കണം. പിന്നെ 8x8 7x7. ഇതിന് ശേഷം നമ്മൾ 7x7 ഒരെണ്ണം എടുത്തതിന് ശേഷം അത് മറിച്ച് ഇതുപോലെ അതിന്റെ സൈഡ് ഭാഗം മടക്കിയ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ മടക്കി ഓരോ ഭാഗത്ത് വെച്ച് ഓരോ ഇതളും ഓരോ സൈഡ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. പയ്യെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇത് ചെറിയ പൂവായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാൻ. എന്നാലും കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ നമുക്ക് പൂവൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടാൻ വേണ്ടി പോകുന്ന സമയമാണ്. അപ്പൊ കുട്ടികൾക്കെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഓരോ പൂവും ഇതുപോലെ എടുത്തിട്ട് ഒരേ ഇതിൽ തന്നെ വെച്ച് കൊടുക്കാതെ കുറച്ചൊന്ന് മാറി ഓരോ ഇതളും നല്ല ഭംഗിക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. നമ്മൾ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൂവ് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇല വേണം. അപ്പം ഇല ഇതാക്കാൻ വേണ്ടിയിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5x15 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് 2 ആക്കിയിട്ട് മടക്കിയതിന് ശേഷം ഒരു ഇലയുടെ ആകൃതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇലയുടെ ആകൃതിയിൽ മുറിച്ചെടുക്കുക. ഇനി നമുക്ക് സ്റ്റെമ്മ് ചെയ്തെടുക്കണം കേട്ടോ. അത് ഇതുപോലെ തന്നെ ഒരു പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ശേഷം അതേ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊരു കട്ട് കൊടുത്തതിന് ശേഷം പശ വെച്ച് നമ്മുടെ പൂ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ഇലയെ ഒട്ടിച്ചു കൊടുക്കുക. കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കിട്ടുന്ന സമയം വളരെ കുറച്ചാണെങ്കിലും അത് നല്ല ഭംഗിയുള്ള പൂക്കളും ഡെക്കറൊക്കെ ഉണ്ടാക്കി വീടൊക്കെ നല്ല ഭംഗിയാക്കി വെക്കാം കേട്ടോ. താങ്ക് യു.